ഇതിഹാസങ്ങളിലെല്ലാം ഗ്രന്ഥകർത്താവും ഒരു പാത്രമായിട്ട് ഗ്രന്ഥകർത്താവ് തന്നെ കാണും. ഇതെങ്ങനെ വന്നു സ്വാമിജി? ഉദാഹരണം വാൽമീകി, വേദവ്യാസൻ പ്രധാന കഥാപാത്രങ്ങളാണ്. അതാണ് ഇതിഹാസത്തിന്റെ ഒരു പ്രത്യേകത. ഇപ്പം മഹാഭാരതം എന്ന് പറഞ്ഞാൽ, മഹാഭാരതം ഭഗവാൻ വേദവ്യാസന്റെ ആത്മകഥയാണ്, ഭീഷ്മരുടെ ആത്മകഥയാണ്, പാണ്ഡവ കൗരവന്മാരുടെ ആത്മകഥയാണ്, ധൃതരാഷ്ട്രരുടെയും പാണ്ഡുവിൻ്റെയും ആത്മകഥയാണ്, അവരുടെയൊക്കെ ജീവചരിത്രമാണ്. ഇതിൽ വേദവ്യാസന്റെ മാത്രം ആത്മകഥയാണെന്ന് പറയും. കാരണം അദ്ദേഹമാണ് എഴുതിയത്. ബാക്കിയുള്ളവരുടെയൊക്കെ ജീവചരിത്രമാണ്. അപ്പോൾ വേദവ്യാസ ഭഗവാൻ സ്വയം തന്നെയാണ് അത് എഴുതുന്നത്, നമ്മൾ ആത്മകഥ എഴുതുന്നത് പോലെ. അപ്പോൾ സ്വയം തന്നെ അതിലൊരു കഥാപാത്രമായിരിക്കും സ്വാഭാവികമായിട്ടും. അതുകൊണ്ട് അതങ്ങനെ ഒരു ആത്മകഥയായിട്ട് നമുക്ക് പറയാം. സ്വയം തന്നെ കഥാപാത്രമായിട്ട് അതിൽ വരുന്നു. അദ്ദേഹം അന്ന് അറിഞ്ഞു കണ്ട ജീവചരിത്രം മുഴുവൻ അതിൽ വർണ്ണിക്കുന്നു. അപ്പൊ അതൊക്കെ വർണ്ണിക്കുന്നത് ഏതിന്റെ അടിസ്ഥാനത്തിലാണെന്ന് ചോദിച്ചാൽ അതെപ്പോഴും നമ്മൾ ഓർക്കണം. ഇപ്പൊ ഇതിഹാസ പുരാണാഭ്യാം വേദം ഉപബൃംഹയേത് എന്ന് ഞാൻ പറഞ്ഞുവല്ലോ. അപ്പൊ വേദത്തിൽ പറഞ്ഞ തത്വജ്ഞാനം അത് പുരുഷാർത്ഥങ്ങളെ അധിഷ്ഠിതമാക്കി, വർണ്ണവ്യവസ്ഥയെ അധിഷ്ഠിതമാക്കി, ആശ്രമ വ്യവസ്ഥയെ അധിഷ്ഠിതമാക്കി, സാമാജികവും ആനുകാലികവുമായ പ്രസക്തമായ കാര്യങ്ങളെല്ലാം ചേർത്ത് ഭാവിക്ക് ഉതകുന്ന രീതിയിലുള്ള മാർഗദർശനങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ആവശ്യമുണ്ടോ അതൊക്കെ അതിൽ ചേർത്ത് അങ്ങനെയാണ് ഈ ഇതിഹാസങ്ങൾ രൂപപ്പെടുത്തുക.